ലൈഫ്. കൊടയുണ്ട്, പൂവുണ്ട്, ഓണാലങ്കാരമുണ്ട്, അത്തപ്പൂക്കളുണ്ട്. പക്ഷെ മഴയാ, ഒന്നും പുറത്തെടുക്കാൻ പറ്റില്ല. നിങ്ങളുമുണ്ട്. നിങ്ങൾ എന്താ ഇവിടെ വിദൂരയിലേക്ക് കണ്ണുന്നിട്ടൊക്കെ ഇരിക്കുകയാണോ? ഷൂട്ടിന് അവിടെ വന്നതാ. അതാ ഞാൻ ഓണാലങ്കാരം വിട്ടുപോയി. ശ്യാമിന് വന്നാണല്ലേ? ഓ, നമ്മൾ വേറെ വേറെ ഇടങ്ങളിൽ നിന്നാണ്. ഇതാണ് പ്രശ്നം. ഞാൻ ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, തമാശ പറയുന്നതിന് മുമ്പ് തന്നെ അറിയിക്കണം, എനിക്ക് ചിരിക്കാനുള്ളതാണത്. ഭയങ്കര മഴ. നമുക്ക് എന്നാ പിന്നെ ഇവിടുന്ന് അല്പം വേണ്ടിയിട്ട് നമുക്ക് ഔദ്യോഗികമായി അങ്ങോട്ട് പോവാം. മഴ മാറിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. പരിപാടി എന്താ നമ്മള് ഓണമായിട്ട് RDX ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് എന്നാ പിന്നെ ഒരു ഓണം ലൈറ്റ് വേർഷൻ RDX ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ ഞങ്ങൾ ഒപ്പിച്ചു. ഒരു പരിപാടി അവിടെ ആവുമ്പോ നമ്മൾ മറ്റേ കണ്ടന്റുകളൊക്കെ ഇവിടെ ആവുമ്പോ ഇതൊക്കെ മതി. ആയുധം കയ്യിലുണ്ട് എന്നാണ്. പറയൂ, ഓണം? നല്ലോണം നല്ല ഓണാണ്. അതായത് നമ്മള് ഇതിപ്പോ എത്രാമത്തെ ഓണം നമ്മളിവിടെ ആഘോഷിക്കുന്നത്? മൂന്നാമത്തെ ഓണം. അതായത് 2 വർഷം ആയി നമ്മള് ചാനൽ വന്നിട്ട് 2 വർഷമായി ഓണം. പക്ഷെ നമ്മൾ ആഘോഷിക്കുന്ന ഓണം മൂന്നാമത്തെ ഓണം. ഈ തവണത്തത് ആണ് നമ്മൾ, എനിക്ക് തോന്നുന്നു, വളരെ ഗംഭീരമായിട്ട്. കഴിഞ്ഞ തവണ അതെ എല്ലാം ഗംഭീരമായിട്ട് ആഘോഷിച്ചത്. പക്ഷേ നമ്മൾ ചാനൽ ശരിക്കും കേരളത്തിൻ്റെ ആകെ ഒരു ചാനലായി മാറി. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഓണാണ് അല്ലേ? അതെ, നല്ല സന്തോഷമുള്ള ഓണം. നമ്മളെ തുടക്കം മുതലേ നമുക്കിത് വലിയ ആഘോഷമായിരുന്നു. ഇപ്പം നമ്മളെ കുറച്ചുകൂടി ആളുകൾ ഏറ്റെടുത്തതോടുകൂടി അതിനൊരു പൊലിമ കൂടി. അതെ അല്ലേ? നമ്മൾ കരുതിയതുപോലെ തന്നെ ആളുകൾ ന്യൂസ് മലയാളത്തെ ഏറ്റെടുത്തു നമ്മുടെ പ്രോഗ്രാമിനെ. ഇവിടെ ചെന്നാൽ RDX ആളുകൾ ചോദിക്കുന്നത് ആ പേരാണ് പറയുക. RDX എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിചയപ്പെടും ആളുകൾ. RDX പിന്നെ നമ്മൾ നേരത്തെ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് RDXന്റെ പ്രത്യേകത? നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റേ കേൾക്കും അല്ലേ? എന്നിട്ട് കേട്ട് അയാൾ നിർത്തിയതിനു ശേഷം നമ്മൾ സംസാരിക്കും. നമ്മുടെ രഹസ്യ കറിക്കൂട്ടാണ്. തമ്മിൽ തല്ലല്ല നമ്മുടെ ലക്ഷ്യം. പുറത്ത് മറ്റുള്ള ചാനലുകളിലുള്ള ചർച്ച എന്ന് വെച്ചാൽ വലിയ ബഹളം ഉണ്ടാക്കുന്ന ചർച്ചയാണ്. നമ്മൾ പക്ഷേ എന്നും ഒരു അക്കാര്യത്തിൽ ഓണമുണ്ട് നമുക്ക് അല്ലേ? അതായത് ആളുകളെ കേൾക്കുക, സമഭാവനയോടെയുള്ള പരിപാടിയാണ്. അതൊരു നല്ല പോയിന്റാണ്. പക്ഷെ ഞാൻ ഗ്യാപ്പ് കളിക്കുകയാണ് കേട്ടോ. ഇവരില്ലാത്ത പക്ഷം തലയിരിക്കുമ്പോ വാലാടാറ്. അത് അങ്ങനെ പറയണ്ട. എന്റെ പ്രായത്തിന്റെ പകുതി ഉണ്ടാവില്ലേ നിങ്ങൾക്ക് ഈ രംഗത്തുള്ള പ്രായത്തിന്റെ പകുതിയിൽ കൂടുതൽ. പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം ഇടരുത്, അതല്ലേ? അച്ഛനോട് പ്രായത്തിനെ പറ്റി പറഞ്ഞ അവന് വിഷമം. നമ്മളെ പോലെ അതുകൊണ്ട് ഈ ശ്യാമിലിയുടെ ചെറുപ്പകാലത്ത് ഓണമൊക്കെ എങ്ങനെയായിരുന്നു? എന്താ ഓർക്കുന്നത്? എൻ്റെ ഓണം നാട്ടിലാണ്. ഞാൻ ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് വരുന്നതാണ്. അതിൻ്റെതായ എല്ലാ സൗന്ദര്യവും അതിനുണ്ട് സത്യത്തിൽ. പിന്നെയാണ് ഞാൻ ഈ അർബൻ കൾച്ചറിലേക്ക് വരുന്നത്. ഇവിടെ ആകുമ്പം ഒന്നുകൂടെ ഒതുങ്ങി. പക്ഷെ നമ്മൾ ഓഫീസുകളിലേക്കൊക്കെ വരുമ്പോഴാണ് നമ്മളൊന്ന് ഇലാബറേറ്റഡ് ആവുന്നത്. അല്ലെങ്കിൽ വീട്ടിലാവുമ്പോൾ ഒന്ന് ഒതുക്കി ഒരു അണുകുടുംബ ഓണമായി ഇങ്ങോട്ട് വന്നതിന് ശേഷം. പക്ഷെ നാട്ടിലാവുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ എല്ലാ ദിവസവും ഓണത്തിൻ്റെ അന്ന് എല്ലാ വീടുകളിലും പോകും, അവിടുത്തെ പൂക്കളമൊക്കെ കാണാൻ വേണ്ടി. പിന്നെ ഇപ്പോഴുള്ള ജമന്തി ഇത് നല്ലതല്ല. നമ്മൾ പാറയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. ഇപ്പോൾ കാക്കപ്പൂവ് നമ്മൾ പെറുക്കാൻ തലേത്തെ ദിവസമേ പറിക്കാൻ വേണ്ടി പോകും. വട്ടപ്പൂ പറിക്കും, ഹനുമാൻ കിരീടം പറിക്കും, ഇതൊക്കെ വരും. പിന്നെ അത്യാവശ്യം എൻ്റെ അച്ഛൻ എന്നെ സംബന്ധിച്ച് മൂപ്പരൊരു അംബാനിയാണ് എനിക്ക്. അങ്ങനെ അല്ലെങ്കിലും അദ്ദേഹം ഒരു ഡ്രൈവറാണ്. പക്ഷേ പുള്ളി നന്നായിട്ടാണ് മക്കളെ നോക്കിയത്. അപ്പം വൃത്തിയുള്ള നല്ല ഉടുപ്പൊക്കെ എടുത്തു തരും. ചിക്കൻ ഉറപ്പാണ്. പിന്നെ തലേന്ന് ഉറപ്പായാലും പന്നിയിറച്ചി ഉണ്ടാവും, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഓണമാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് മൂപ്പർ ഒരു അംബാനി ആയിട്ടാണ് എന്നെ നോക്കിയിരിക്കുന്നത്. അമ്മയാണെങ്കിൽ അതുപോലെ തന്നെ. പിന്നെ ഈ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട്. പണ്ടേ കൾച്ചറൽ ആക്ടിവിറ്റീസിൽ നമുക്കൊരു റെഡ് സ്റ്റാർ ക്ലബ്ബ് ഉണ്ട് അവിടെ. അപ്പോൾ എല്ലാം, അതായത് ഇപ്പോഴാണെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ നമ്മൾ 2 വർത്തമാനം പറയുമ്പം ഇതാണ് നമ്മുടെ റൂട്ട്. ഒരു വോളിബോളിനെ പറ്റി 4 വർത്തമാനം പറയണമെങ്കിൽ അന്ന് കൂടിയ ഈ കളിയും അതും സ്മാഷും റാലിയൊക്കെയാണ് എനിക്കുള്ള ഓർമ്മ. അതാണ് ഇത്. എനിക്ക് ഇവിടെ നിന്ന് വരുമ്പോഴും ഇങ്ങനെ തന്നെ. നമ്മുടെ ആദ്യ പോർഷനിൽ കുറച്ച് ഈ ചെറുപ്പകാലത്തെ കാര്യം കൂടി പറയണത് ഞാനും കൂടെ പറയാം. എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കണ്ണൂരിനാണല്ലോ. നിങ്ങൾക്ക് ഏതാണ്ട് സാമ്യതകളുണ്ടാവും. എൻ്റെ ഓണത്തിൽ ശ്യാമിലി ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഓർത്ത്, ഞാനും ചെറുപ്പത്തിൽ പൂ പറിക്കാനൊക്കെ പോയിട്ടുണ്ട്. അതായത് ഞങ്ങളിങ്ങനെ പൂവിന് വേണ്ടി അലഞ്ഞു പോവുകയായിരുന്നു. അന്ന് ഒരുപാട് കാലം മുമ്പാന്ന് വിചാരിക്കാം, പ്രായക്കൂടുതൽ നാട്ടുകാർ വിചാരിക്കും. എന്നാലും അന്ന് പൂ വാങ്ങുന്ന പരിപാടി ഇല്ല, ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ. ശ്യാമിലിയുടെ കുട്ടിക്കാലത്തും ഇല്ല. പൂ വാങ്ങുന്ന പരിപാടിയില്ല. പൂവെല്ലാം നമ്മൾ പോയിട്ട് പറിച്ചുകൊണ്ടിരും. അതിലെനിക്ക് ഞങ്ങളുടെ പാടത്ത് പോയിട്ട് ഈ വരിനെല്ല് അറിയില്ലേ? വരിനെല്ല് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാ. എന്താ ഓരോ നാട്ടിൽ ഓരോന്ന് മാറിയിരിക്കുമല്ലോ. ഇങ്ങനെ നിവർത്തിയെടുക്കാവുന്ന ചെറിയ പൊടി അതൊക്കെ പാടത്തിന് നടുവിൽ പോയി ഇറങ്ങിയെടുക്കുക. പിന്നെ എല്ലാത്തരം ചെടികളും. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നമ്പൂരി എന്ന് പറയുന്നൊരു
ഇതുണ്ട്. അതൊക്കെ ഇപ്പോൾ കാണിച്ചു തരാനേ പറ്റുമോ? നിങ്ങളുടെ നാട്ടിലൊന്നും ഈ പേരായിരിക്കില്ല. തൊട്ടപ്പുറത്തുള്ള ശ്യാമിലിയുടെ നാട്ടിൽ പോലും ആ പേരായില്ല. ഇങ്ങനെ ഊരിക്ക് എടുക്കാം. അതിന് ഞങ്ങൾ നമ്പൂരി പുല്ല് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പൂക്കൾ മാത്രമല്ല, ഇതുപോലുള്ള പുല്ലുകളെല്ലാം എടുത്തിട്ട് വന്ന് നമ്മൾ പൂക്കൾ ഉണ്ടാക്കിയതിൻ്റെ ഓർമ്മ എനിക്ക് നന്നായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒറ്റ കാര്യം കൂടെ പിന്നെ എൻ്റെ ഓർമ്മയിലെ ഓണം എന്ന് വെച്ചാൽ ഈ ഓണപ്പതിപ്പുകളാണ്. ഓണപ്പതിപ്പുകൾ, മനോരമയുടെയും മാതൃഭൂമിയുടെ ഒക്കെ ഓണപ്പതിപ്പുകൾ, ടി പത്മനാഭൻ്റെയും എം ടിയുടെ ഒക്കെ കഥകൾ, സച്ചിദാനന്ദൻ, നമ്മുടെ വലിയ എഴുത്തുകാരെല്ലാം അണിനിരക്കും. സക്കറിയുടെയൊക്കെ പ്രധാനപ്പെട്ട പല നോവലൈറ്റുകളും ഇതിനകത്താണ് വന്നത്, ഈ ഓണപ്പതിപ്പുകൾ. അപ്പോൾ ഞാനപ്പോൾ കരുതും ഇവർ ഈ ഓണത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ട് നേരത്തെ വെക്കുന്നതാണോ അല്ല ആവശ്യപ്പെട്ടുടനെ എഴുതി കൊടുക്കുന്നതാണോ. പക്ഷേ എന്തായാലും ആ കാലത്തിൻ്റെ നമ്മൾ ചെറുപ്പകാലം കഴിഞ്ഞ് കുറച്ച് പുസ്തകമൊക്കെ വായിക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹരം ഇതിനു വേണ്ടി കാത്തിരിക്കലാണ്. പിന്നെ ഭക്ഷണം നമുക്ക് പിന്നെ പറയാം അല്ലേ. അപ്പോൾ ഭക്ഷണ നാട്ടിൽ നിങ്ങൾ ഈ പൂ പറിക്കാനൊക്കെ പോകുന്ന കഥ പറഞ്ഞപ്പോഴാണ് ഞാൻ ഹൈറേഞ്ചിലെ ഓണം വ്യത്യസ്തമാണ്. കാരണം ഈ ഓണത്തപ്പൻ എന്ന് പറയുന്ന പരിപാടി, തുമ്പപ്പൂവ്, ഇതൊക്കെ അതുപോലെ ഇങ്ങനെ ഈ ചാണകം മെഴുകിയ തറ, ഈ അങ്ങനെയൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഈ ഓണപ്പതിപ്പിലാണ് കാണാറുള്ളത്. കാരണം ഞങ്ങളുടെ ഓണം അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ അത്തപ്പൂക്കളം ഇടുന്നത് അത് ഒരു അധിനിവേശ സസ്യത്തിന്റെ പൂവാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഈ കൊങ്ങിണി, റോഡ് സൈഡിൽ നിൽക്കുന്ന കൊങ്ങിണിയുടെ പൂവാണ്. ഈ കൊങ്ങിണിയുടെ പൂ ഈ കൊങ്ങിണിയുടെ പൂവാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. റോഡ് സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. റോഡ് സൈഡിൽ നമ്മുടെ നാട്ടിലതിനേക്കാൾ കളർഫുൾ ആയിട്ട്. അതെ, അത് ശ്രദ്ധിച്ചു. തണുപ്പുണ്ടാണോ ആയിരിക്കും. അവിടെ പൊതുവെ പൂക്കൾക്ക് നിറം കൂടുതലുണ്ട്. പൂക്കൾക്ക് അല്ല, പൊതുവെ ഈ സൗന്ദര്യം കൂടുതലുണ്ട് അവിടുത്തെ. ഈ റോസയാണെങ്കിലും അല്ല, ഡാലിയ, റോസ, ഞാൻ മനുഷ്യരുടെ കാര്യമല്ല പറഞ്ഞത്. ഡാലിയ, റോസ, ആട് മനുഷ്യർക്ക് അല്ലെങ്കിൽ തന്നെ അതുണ്ട്. പിന്നെ ഈ പൂക്കൾക്ക്, എല്ലാ പൂക്കൾക്കും നിറം കൂടുതലുണ്ടാകും. അപ്പോൾ ഈ പൂക്കളെല്ലാം ഇപ്പം ഡാലിയ, ഞങ്ങൾ നടുക്ക് വലിയൊരു ഡാലിയ വെക്കും. ചുറ്റും ഈ കൊങ്ങിണിപ്പൂവും എല്ലാം വെച്ച് അലങ്കരിച്ചാണ് ഞങ്ങൾ പൂക്കളം ഉണ്ടാവുക. അങ്ങനെയാണ് നമുക്ക് ആ കാലത്തുള്ള എൻ്റെ ഒരു ഓർമ്മ. ബാക്കി അല്ലാത്ത പൂക്കൾ, നിങ്ങൾ ഈ പറയുന്ന പൂക്കളുടെ ഈ പേരുകൾ പോലും ഞങ്ങൾക്ക് ആ കാലത്ത് അറിയില്ല. ആ പേരുകൾ പോലും അറിയില്ല. ബോൾസ് എന്നൊക്കെ ഉണ്ട് നമ്മുടെ പൂവിന്റെ പേര്. ബോൾസ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. ബോൾസും ചൈനീസ് ബോൾസും ഒക്കെ. നമ്മൾ ഈ പരിപാടിയിലേ ഇപ്പൊ പൂവിന്റെ പേര് ഞാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ കുറച്ച് ആ ചുറ്റുവട്ടത്തിലെ ആൾക്ക് മാത്രമേ മനസ്സിലാവൂ. പലതിനും പല പേരാണ്. ഇടുക്കി പോയിട്ട് നമ്മളിപ്പോൾ ഒരു പൂവിൻ്റെ കാര്യം, അതിപ്പോൾ കപ്പയുടെ കാര്യം, എത്ര പേരുണ്ടതിന്. പക്ഷേ അപ്പോൾ കേരളം വളരെ വൈവിധ്യമുള്ളൊരു നാടാണ്. വൈവിധ്യമുള്ളൊരു നാട്, പക്ഷേ ഏറ്റവും സമഗ്രമായിട്ട് എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് ഓണം അല്ലേ. ഈ വൈവിധ്യങ്ങൾക്കിടയിൽ ഏറ്റവും ഗംഭീരമായുള്ളൊരു സംഗതി അല്ലേ. എല്ലാ വൈവിധ്യങ്ങളെയും ഇല്ലാതാക്കിയിട്ട് എല്ലാവരെയും ഇപ്പോൾ പാവപ്പെട്ടവർ, മതജാതി വ്യത്യാസമില്ലാതെ എല്ലാ ആൾക്കാരും ചേർന്ന് ആഘോഷിക്കുന്ന പരിപാടിയാണ് അല്ലേ. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ലബിൻ്റെ ഓണം തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഓണമായിട്ട് മനസ്സിലുള്ളത്. അത് പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബുണ്ട് ഞങ്ങളുടെ. ഇപ്പോഴും വളരെ സജീവമാണ് ആ ക്ലബ്ബ്. ആ ക്ലബ്ബാണ് ഈ ഓണാഘോഷത്തിൻ്റെ കേന്ദ്രം. അപ്പോൾ എല്ലാവരും അവിടേക്ക് വരും. അവിടെ ഈ വാഴക്കയറ്റം അങ്ങനെയുള്ള മറ്റു പരിപാടികളെല്ലാം ഉണ്ടാകും. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടത്, ഇടക്കാലത്ത് കുറച്ച് നാൾ എല്ലാ ജാതി മത സംഘടനകളും സ്വന്തം നിലയ്ക്ക് ഓണം ആഘോഷിക്കാൻ തുടങ്ങി. കുറച്ചു കാലം ഇപ്പോൾ അവിടെ NSSൻ്റെ ഓണം, SNDPയുടെ ഓണം, അല്ലാത്ത ഓണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ഓണ വിഭജനങ്ങൾ വന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ പിന്നെ അത് കുറഞ്ഞു. കാരണം അവിടെയൊക്കെ അതൊക്കെ തന്നെ അതങ്ങനെ ദീർഘകാലം നിലനിൽക്കില്ല. അങ്ങനെ ഒരു സംവിധാനം മാത്രമായി അത് മുമ്പോട്ട് പോവില്ല. കാരണം കേരളം എന്താണ് എന്നുള്ളത് അത് വീണ്ടും പതുക്കെ അത് കാണിച്ചു തന്നു. വീണ്ടും പുലരി ഓണത്തിലേക്ക് വന്നു, നാട്ടുകാരുടെ ഓണമായി മാറി. അതിൻ്റെ ആ ഒരു കൗതുകത്തിലേക്ക് വന്നു. ഇതിനകത്ത് ഒരു കാര്യം, ഇങ്ങനെ ഓണത്തെ പിന്നെയും തിരിച്ചു പിടിച്ചത് നമ്മുടെ പിള്ളേർ കൂടെയാണ് കേട്ടോ. കുട്ടികൾ കോളേജുകളിൽ ഒരു വ്യത്യാസമില്ല, എല്ലാവരും കൂടെ ആഘോഷിക്കുകയാണ്. സനീഷിന്റെ കൊടയൊക്കെ ഇരിപ്പുണ്ട്. എനിക്കെന്താ തോന്നുന്നറിയോ, ഇത് മറ്റേ പുലിവാൽ കല്യാണത്തിൽ ജഗതി ഇരിക്കുന്നവരുണ്ട്. എനിക്ക് ഇത് ഈ കൊട കൊണ്ടല്ല നാട്ടിൽ കണ്ടിട്ടുണ്ട്. ശരിക്കും ഞങ്ങളുടെ നാട്ടിൽ ഈ കൊടയൊന്നും ഇല്ലായിരുന്നു. ഇല്ല ഇങ്ങനത്തെ കൊടയുടെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു. കൊടയില്ല, മഴ നനഞ്ഞ് നടക്കുക എന്നുള്ളതല്ലേ ആ സമയത്ത്. അപ്പൊ പിന്നെ ഞാൻ കോളേജിൽ അല്ലാതെ ഈ സൈസ് കൊടയൊന്നും ഇല്ല. അല്ല, അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ ചെറുപ്പത്തിൽ നിന്ന് ഒരുപാട് കാലം മുമ്പൊന്നുമല്ല, ചെറിയ പ്രായമല്ലേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മുടെ ചെറുപ്പത്തിൽ ഓണക്കാലത്ത് മഴയില്ലായിരുന്നു. ഇല്ലല്ലോ. മഴയുടെ മുമ്പ് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടാകും. പക്ഷെ മഴക്കാലത്ത് അല്ല, ഓണ ദിവസങ്ങളിൽ നല്ല ഓണ വെയിലാണ് അല്ലേ. നമ്മുടെ കാലാവസ്ഥയെല്ലാം മാറി. അതെ, എൻ്റെ ഓർമ്മയിൽ ഒരു ഓണവും മറ്റോ ആണ് ഒരു മഴയുള്ള ഒരു ഓണം ഉള്ളത്. ബാക്കിയെല്ലാം വളരെ തെളിഞ്ഞ കാലാവസ്ഥയും. നമ്മളങ്ങ് ക്ലബ്ബ് പരിപാടിയാണ് നമുക്ക് എപ്പോഴും നാട്ടില്. ക്ലബ്ബ് പരിപാടി, എല്ലാ കലാ കായിക മത്സരങ്ങളെല്ലാം ഉണ്ടാവും. അംഗനവാടി തൊട്ട്
മോളിലേക്കുള്ളവരുടെ വലിയ, എന്റെ നാട്ടിലൊരു ലീലേച്ചയൊക്കെ ഉണ്ട്, മാട്ടമൊക്കെ വലിക്കുന്നത് കണ്ടാണ്ടല്ലോ പിന്നെ നമ്മളും അതിന്റെ അടുത്ത് പോയിട്ട് വലിക്കും. പക്ഷെ പിള്ളേരെ കൂട്ടൂല, കാരണം നമുക്കിത് താങ്ങൂലല്ലോ, വലിയ വടമല്ലേ. എന്നിട്ട് ഒരു പഴക്കൊലയൊക്കെ എടുത്തങ്ങ് പോക്കും. ഇതാണ് നമ്മുടെ ആഘോഷം. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു കലാസന്ധ്യ, ചിലപ്പോ വിൽക്കലാവേളയായിരിക്കും, ചിലപ്പോ നാടകമായിരിക്കും, ഒരു സാംസ്കാരിക പ്രസംഗമൊക്കെ ഉണ്ടാവും, അതൊക്കെ കേൾക്കാൻ പോയിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര ആഘോഷമാണ് നാട്. വടംവലി ഞങ്ങളുടെ നാട്ടില് വളരെ സീരിയസ് ആയിട്ടുണ്ട് കേട്ടോ. വടംവലി ഞങ്ങളുടെ മൊകേരിയിലെ ടീം വലിയ ടീമാണ്. എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും പോയിട്ട്, മറ്റു ജില്ലകളിൽ തൃശ്ശൂരും അവിടെയൊക്കെ പോയിട്ട് അവർ വിജയിക്കും. പക്ഷേ ഞാനീ പറഞ്ഞത് നമ്മുടെ ചെറിയ കുട്ടിയായിരുന്ന കാലത്തൊന്നും എനിക്ക് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ വടംവലി അവിടെ ഒരു വലിയ ടീമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ ഇടക്കാലത്ത് നമ്മൾ ജോലിയിലായിട്ട് നാട് വിട്ടു പോരുന്ന സമയത്ത് പിന്നെ കേൾക്കുന്നത് മൊകേരിയിലെ വടംവലി ടീം എന്ന് വെച്ചാൽ വലിയ ടീമാണ്. ഞങ്ങളുടെ ഒരു ക്ലബ്ബ് ഉണ്ട് അവിടെ, ശ്രീനാരായണ ഗുരു സമിതിയുടെ ഒരു പറമ്പുണ്ട്. അവിടെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ പോയി നോക്കുമ്പോൾ ഹർഷൻ അവിടെ വന്നിട്ട് പരിപാടി, ഹർഷൻ അവിടെ വന്ന് നമ്മുടെ വേദിയിൽ സംസാരിച്ചു, ഒരു പരിപാടിക്ക് ഞാൻ വിളിച്ചോണ്ട് പോയിട്ട്. വടംവലിയുടെ ട്രെയിനിങ് പരിപാടി നടക്കുന്നത് വിശിഷ്ടാതിഥിയായിട്ടാണോ ഹർഷൻ ചേട്ടൻ വന്നത്? പക്ഷേ വിശിഷ്ടാതിഥിയെ കൊണ്ടുപോയിട്ട് അവിടെ വന്നത് നമ്മുടെ തമിഴ്നാട്ടിലൊരു MP ആയിരുന്നു, കോയമ്പത്തൂർ വിവർത്തകനും കൂടിയായി മൂപ്പര്. തമിഴിലാണോ അവർ പ്രസംഗിക്കുന്നത്? മലയാളത്തെക്കാൾ കൂടുതൽ തമിഴല്ലേ വഴക്കം? സത്യം ഉദ്ഘാടനം ചെയ്തതിനേക്കാൾ സന്തോഷമായി, കാരണം അവിടെ ചെന്നിട്ട് തമിഴിൽ അറിയാവുന്ന നാട്ടുകാരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ പറ്റിയ ഒരു അവസരമായി. അല്ല, തമിഴ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഇടുക്കിയിൽ പൂപ്പാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80% എൻ്റെ ചെറുപ്പത്തിലൊക്കെ തമിഴ് പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ്. ഇപ്പോഴും ആ തമിഴ് സ്വാധീനം നന്നായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപോലെ മലയാളവും തമിഴും ഇങ്ങനെ സംസാരിക്കും. നമ്മുടെ കൂടെ പഠിക്കുന്നവരിൽ ഭൂരിപക്ഷവും ഒരു സമയത്ത് തമിഴ് സംസാരിക്കുന്നവരായിരുന്നു. ഒരു സമയത്ത് എൻ്റെ LP പഠിക്കുന്ന സമയത്ത് LKG എന്നൊക്കെ വരുന്നു. നമ്മൾ സോറി LKGയിലും UKGയിലും ഒന്നും പഠിച്ചിട്ടില്ല. ഇടാൻ നോക്കി അറിയാതെ വന്നതാ. LP സ്കൂള് അതിന്റെ വരമ്പത്ത് അന്നത്തെ ഞാൻ പഠിച്ച സ്കൂളിന്റെ ഫോട്ടോ എന്തായാലും കാണിച്ചു തരാം. അത് ശരിക്ക് സൈഡിൽ പനമ്പ് കെട്ടിയ മുകളിൽ പുല്ല് മഞ്ഞ സ്കൂളാണത്. ഇന്ന് അങ്ങനത്തെ ഒരു സ്കൂൾ ആലോചിക്കാൻ പോലും പറ്റത്തില്ല. നിങ്ങൾ രണ്ടുപേരും അങ്ങനത്തെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവില്ല. കണ്ണൂരൊക്കെ പുരോഗമിച്ച സ്ഥലമല്ലേ, നമ്മുടെ നാടൊക്കെ പുരോഗതിയുള്ള സ്ഥലമല്ലേ എന്ന് മാത്രമോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമ്മൾ ഓണത്തിന് മീൻകറിയും ചിക്കനൊക്കെ കഴിക്കുന്ന ആൾക്കാരില്ല, ഇവരെ പോലെ സദ്യ കഴിക്കുന്ന അല്ല. അത് ഞങ്ങളെ പോലെ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇടുക്കിയിൽ ഹൈറേഞ്ചിലൊക്കെ ജീവിക്കുന്ന ആളുകൾ, കുടിയേറ്റ സംസ്കാരമുള്ള ആളുകളൊക്കെ അങ്ങനെ കൃത്യം എന്താണ് ചിട്ടവട്ടങ്ങളോടെ സദ്യ കഴിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ആ ഭക്ഷണത്തിന്റെ കൂടെ പായസം കൂടി വെക്കും, അതൊരു സദ്യയുടെ പരുവത്തിലാക്കും, ഏതെങ്കിലും ചിലപ്പോൾ വിളമ്പും എന്നുള്ളത് ഒഴിച്ചാൽ ആ കാലത്ത് മീനും ഇറച്ചിയും എനിക്ക് തോന്നുന്നത് മീനും ഇറച്ചിയും. പക്ഷെ നിങ്ങൾ കണ്ണൂരുകാരേക്കാൾ കൂടുതൽ കഴിക്കുന്ന ഉണക്കമീന് വില കൂടിയാൽ സമരം നടക്കുന്ന ഒരേ ഒരു പ്രദേശം ഈ ലോകത്ത് ഒരുപക്ഷെ ഉണ്ടാവും. അതൊക്കെ സംഭവിച്ചു. അത് എന്തുകൊണ്ടാണ് ഇവര് വലിയ അവകാശവാദം പോലെ പറയാ, ഉണക്കമീനിന് വില കൂടിയാൽ സമരം നടക്കുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അവിടെ പച്ച മീൻ കിട്ടില്ല? ഞങ്ങൾ തലശ്ശേരി കടപ്പുറത്ത് പോയി വാങ്ങുന്ന പോലെ അവിടെ കാലത്ത് കേരളം പട്ടിണി കിടക്കാതെ നോക്കിയത് ഞങ്ങളാണ്. ഒരു കാര്യം നമുക്ക് ഓണത്തിലേക്ക് തിരിച്ചു വരാം. ഈ ഓണത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞില്ലേ, അതില് ഇടുക്കിയിലെ ഓണത്തിന്റെ പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് അന്നും ഇന്നും കേട്ടോ. ഇടുക്കിയിലെ ഓണം ശരിക്ക് കുറച്ച് മല്ലം പണിയാണ് ഓണം എന്ന് പറയുന്നത് തന്നെ. പൊതുവെ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കരുത്ത് ആവശ്യപ്പെടുന്ന പണിയെടുക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് എന്നുള്ളത് കൊണ്ട് കൂടിയായിരിക്കും. തടി ചുമട് എന്നൊക്കെയുള്ളതാണ് വലിയ തടിക്കട്ടയില്ലേ, അത് ഭയങ്കര എടുത്താൽ പൊങ്ങുവരാത്ത തടി ചുമക്കുന്നത് അവിടുത്തെ ഒരു മത്സര ഇനമാണ്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായി കഴിഞ്ഞപ്പോൾ അതിപ്പോൾ വൈറലായിട്ടുണ്ട്. ഓണക്കാലം കഴിയുമ്പോൾ ഈ തടി ചുമട്. അതുപോലെ വടംവലി എന്ന് വെച്ചാൽ നമ്മുടെ അവിടെ പലയിടത്തും മുട്ടനാട്, പൂവൻകോഴി ഇതൊക്കെയാണ് സമ്മാനമായി കൊടുക്കുക. ഈ പറഞ്ഞ പഴക്കൊല എന്നുള്ള അപ്പൊ ഇങ്ങനെയാണ് അവിടുത്തെ പല മത്സരങ്ങളും നടക്കുക, പല പരിപാടികളും. പിന്നെ അവിടെ ഈ കുടിയേറ്റ മേഖലയിൽ സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള ഒരു കൂട്ടായ്മയുണ്ട്. ഈ ജാതി മത വ്യത്യാസങ്ങൾക്കപ്പുറം ഇപ്പൊ പുതിയ കാലത്ത് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ചെറുപ്പത്തിലൊക്കെയുള്ള ഓണത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും ഒരുമിച്ച് ഓണത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിലെ ഏറ്റവും ഗംഭീര ഓണം അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ആ പ്രദേശത്ത് മുരിക്കുംതൊട്ടി മരിയ ഗോരേത്തീസ് ചർച്ചുണ്ട്. അവിടുത്തെ പള്ളിയിലാണ് ഏറ്റവും വലിയ ഓണം ഒരു തവണ സംഘടിപ്പിച്ചിട്ടുള്ളത്. അന്ന് തന്നെ പക്ഷേ അതിനകത്ത് രണ്ടഭിപ്രായക്കാരൊക്കെ ഉണ്ടായി. സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. ഇപ്പോൾ ഈ കാലത്തും അങ്ങനെ പള്ളിയിൽ അങ്ങനെ ഒരു ഓണാഘോഷം സംഘടിപ്പിക്കണമെന്നൊക്കെയുള്ള ചർച്ചകളൊന്നും ഉണ്ടായെങ്കിലും എൻ്റെ ഓർമ്മയിലെ ഏറ്റവും വിപുലമായ ഓണാഘോഷം, വലിയൊരു
ഘോഷയാത്രയൊക്കെ ആയിട്ട്, ഘോഷയാത്ര എന്നൊന്നും നമ്മുടെ അവിടെ ഒരു ഓണം ഘോഷയാത്ര എന്നുള്ളതൊന്നും നമ്മുടെ തലയിലില്ലായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ വടംവലി, മല്ലംവലി ഒക്കെയാണ് നമ്മളുടെ ഓണത്തിന്റെ വാഴക്കയറ്റം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇനങ്ങളെങ്കിൽ അതുപോലെ ജീപ്പ് സ്റ്റോറീസ്, ഇതൊക്കെ കവുങ്ങയിൽ എണ്ണയാക്കിയിട്ട് നമ്മുടെ അവിടെ വാഴയാണ്, നിങ്ങളുടെ അവിടെ കവുങ്ങിൽ എണ്ണയാക്കിയിട്ട് ഇത് തന്നെ വാഴയിലെണ്ണ. അതിന് മുകളിൽ പൈസ വെച്ചിട്ടുണ്ടാവും, കിഴി കെട്ടി വെച്ചിട്ടുണ്ടാവും, അത് കയറി എടുക്കണം. അല്ല, അർച്ചന ഇപ്പൊ പറഞ്ഞില്ലേ ഈ മതജാതി വ്യത്യാസമില്ല എന്നുള്ളത്. സത്യത്തിൽ നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ ഇതിങ്ങനെ പറയുന്നു, ഇതൊരു വ്യത്യസ്തമായി മാറിയത് പോലും സമീപകാലത്താണ്. നമ്മുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ ക്രിസ്ത്യൻ പോപ്പുലേഷനിൽപ്പെട്ട ആളുകൾ തീരെയില്ല ഞങ്ങളുടെ നാട്ടിൽ. ഞങ്ങളെ കുട്ടിക്കാലം ചിലവഴിച്ച ചെറിയ നാട്ടിൽ മൊഗേരിയിൽ. പക്ഷേ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ആണ് അവിടെയുള്ള ആളുകൾ. ഓണം എന്ന് വെച്ചാൽ ഒരു എന്താണ്, ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ആഘോഷമാണെന്ന് തോന്നലേ ഉണ്ടായിരുന്നില്ല. എല്ലാവരും അതിനകത്തുണ്ട്. ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നാട്ടുംപുറങ്ങളിലും പിന്നെ ഓഫീസുകളിലൊക്കെ ഓണം ആഘോഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. മലയാളിയുടെ ദേശീയോത്സവം എന്നല്ലേ നമ്മൾ പറയുന്നത്, അങ്ങനെ തന്നെയാണ് ആഘോഷിക്കുന്നത്. സമീപകാലത്ത് BJP നേതാക്കൾ വന്നിട്ട് വാമന ജയന്തി എന്ന് പറഞ്ഞു. ഇപ്പൊ അവർ തോറ്റല്ലോ. ഇവ 2 കൊല്ലമായിട്ട് കേൾക്കുന്നില്ല. ശശികല മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, KP ശശികല മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ കൊല്ലം വാമന ജയന്തി നമ്മൾ ആദ്യമായിട്ട് കേട്ട ആ കൊല്ലം അമിത്ഷാ തന്നെ ഓണ ദിവസം വാമന ജയന്തി ആശംസകൾ എന്നൊരു പോസ്റ്റ് ഇട്ട്. ഓർമ്മയുണ്ടോ? പക്ഷെ ഇപ്പൊ അതില്ല. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു കേട്ടിട്ട് ഒറ്റ നാളെ ഇടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കഴിഞ്ഞ വർഷമൊന്നും അങ്ങനെ വന്നതേ ഇല്ല. അപ്പൊ ഇത് ഏതെങ്കിലും തരത്തിൽ ഓണത്തെ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഏൽപ്പിക്കാനോ മറ്റു വിഭാഗങ്ങളെ പുറന്തള്ളാനോ ഉള്ള ഒരു പരിപാടിയും കേരളത്തിൽ നടന്നിട്ടില്ല, ഇതുവരെ നടന്നിട്ടില്ല. കാരണം അത് ഓണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കാലത്ത് ഒരു വ്യത്യാസവുമില്ല. അതായത് സമ്പന്നനാണെങ്കിലും പണം കുറച്ച് കുറവുള്ള ആളാണെങ്കിലും എല്ലാവരും ആഘോഷിക്കുകയാണ്. പിന്നെ ഓണക്കാലമാകുമ്പോഴേക്ക്, പ്രത്യേകിച്ച് ഈ കാലമൊക്കെ ആകുമ്പോഴേക്ക് ആളുകൾ പരസ്പരം സഹായിക്കുക എന്നൊരു കാര്യവും കൂടെ ശരിക്കും ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ തന്നെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ, നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞ വർഷം ഞാൻ അത് പറയാൻ പറ്റും, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് എന്തുകൊണ്ടാണ് ചിക്കനും മീനും ഓണത്തിനുണ്ടായിരുന്നു എന്ന് നമ്മളിപ്പോൾ ഓർത്തോർത്ത് പറയുന്നതെന്ന് വെച്ചാൽ, മറ്റുള്ളിടത്ത് സദ്യ ഉള്ളത് കൊണ്ട് മാത്രമല്ല, കാരണം ആ ദിവസമാണ് ആകപ്പാടെ വർഷത്തിൽ ചിക്കനൊക്കെ കിട്ടുന്നതെന്നാണ്. ഇപ്പം നമ്മൾ ചിക്കൻ കഴിക്കാത്ത ദിവസമില്ല. സമൃദ്ധി വന്നു. പൊതുവിൽ കേരള സമൂഹത്തിൽ ആകപ്പാടെ സമൃദ്ധി വന്നു. അപ്പോൾ സമൃദ്ധമായിട്ടുള്ള ജീവിതം ഇല്ലാത്ത മനുഷ്യർ തീരെയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ബുദ്ധിമുട്ടുള്ള ആളുകൾ നേരിടുന്ന ആളുകളുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ വാങ്ങൽ ശേഷി വല്ലാതെ കൂടി. ഒറ്റ കാര്യം കൂടെ പറയട്ടെ. അതായത് ഈ CJP-കാർ ഇപ്പോൾ സ്കൂൾ ടീക്കർ എന്ന് പറഞ്ഞ പരിപാടി നടന്നിട്ടുണ്ടല്ലോ. അവരുടെ സ്കൂളുകൾ, അവിടെ കാണുന്ന ഇവർ വിഷ്വൽ കാണിക്കുന്ന സ്കൂളുകൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവല്ലേ, അല്ലേ? കേരളം പൊതുവിലൊരു സമൃദ്ധിയിലേക്ക് എത്തിയിട്ടുണ്ട്. ബുദ്ധിമുട്ടില്ല എന്നൊന്നുമല്ല. ആ സമൃദ്ധിയുടെ ഒരു ഉപഫലമായിട്ട് എല്ലാവരും പരസ്പരം സഹായിക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഓണം സവിശേഷതയാകുന്നത് അത് ആവതുള്ള ആളുകൾ മാത്രം ആഘോഷിക്കുകയല്ല, ആവതുള്ള ആളുകൾ സഹായിച്ചിട്ട് എല്ലാവരും ആഘോഷിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അത് ഇതിനകത്ത് ഈ ഓണം ഇല്ലാതാവും, അത് ഓണത്തെക്കുറിച്ചുള്ള, അത് എൻ്റെ പഴയ ഓണം ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ വരും. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു തമാശ, ഞാൻ അന്ന് കണ്ട ഓണത്തേക്കാൾ വലിയ ആഘോഷങ്ങൾ ഇന്നത്തെ ഓണത്തിനാണുള്ളത്. എൻ്റെ ചെറുപ്പത്തിൽ കണ്ട ഓണങ്ങളെക്കാൾ വലിയ ആഘോഷം ഓണത്തിന്. ഓണം അങ്ങനെ ഇല്ലാതാകുകയല്ല, കൂടുതൽ ഗംഭീരമാവുകയും കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും തന്നെ ചെയ്തിട്ടുള്ളത്. ഇതൊരു ആഘോഷം എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഈ മതപരമായ തലം എന്ന് പറയുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ആളുകൾ ആചരിക്കുന്ന സംഗതികളാണ്. അതുമായി ഇതിന് സത്യത്തിൽ വല്ല ബന്ധമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഓണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ മതപരമായ ഒരു ചടങ്ങായിട്ട് എനിക്ക് എൻ്റെ മനസ്സിലോ അങ്ങനെ ഒരു ചിന്തയിലോ ഇല്ല, ഇന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ അന്നത്തെ ഒരു, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഹൈസ്കൂളിൽ, അതായത് മതപരമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങളുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ആഘോഷിക്കുന്ന അതുണ്ട്. പക്ഷെ അതിനകത്തൊന്നും ഓണം പെടില്ലായിരുന്നു. ഇല്ല, കളറേ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഒരു കാര്യം, കേരളത്തിന്റെ ഒരു പൊതു അവസ്ഥയിൽ നിന്ന് ഹൈറേഞ്ചിലെ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ് എങ്കിൽ പോലും, കാരണം അവിടെ എല്ലാ ആഘോഷങ്ങളും, ക്രിസ്മസ് ആയാലും ഒരു മതം എന്നുള്ള നിലയ്ക്കല്ല നമ്മൾ കണക്കാക്കുന്നത്. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ക്രിസ്മസ് കരോള് ഞാൻ കണ്ടിട്ടുള്ളത് ഞങ്ങളുടെ ക്ലബിൻ്റെയാണ്. അതായത് നമ്മുടെ അവിടുത്തെ പള്ളിയുടേതിനേക്കാൾ ഗംഭീരമായിരുന്നു ആ കാലത്ത് കേട്ടോ. ഇപ്പം കുറച്ച് മാറി, ഇപ്പം പള്ളികൾ കുറച്ചുകൂടി വിപുലമായിട്ട് മറ്റൊരു രീതിയിൽ അത് നടത്തുന്നുണ്ട്. ഈ ഇൻസ്റ്റ തലമുറയിലേക്ക് വരുമ്പോഴേ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. അല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ തട്ടവിട്ട് ഓണാഘോഷിക്കുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ വന്നു. പിന്നെ നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കംപ്ലീറ്റ് തട്ടമിട്ട ഡാൻസുകൾ, അതിനെ പ്രതിരോധിക്കുന്നത് അങ്ങനെയാണ് ജെൻസി. അപ്പോൾ ആ നിലയ്ക്ക് പോലും ഇതിനെയൊന്നും തടുത്തു നിർത്താൻ, മനുഷ്യന്റെ ആഘോഷങ്ങളെ തടുത്തു നിർത്താനോ ആഘോഷങ്ങൾക്കുള്ള ത്വരയെ തടുത്തു നിർത്താനോ കഴിയില്ല. അത് ഈ പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ കൂടുതൽ പ്രകടമാവുക, അല്ലേ? അതെ, പുതിയ തലമുറ ആഘോഷങ്ങളെല്ലാം അവരെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു ഘടകങ്ങളാണ്. എന്ത് ആഘോഷമായിക്കോട്ടെ, അതിപ്പോൾ ഓണായിക്കോട്ടെ, ക്രിസ്തുമസ് ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, എല്ലാ ആഘോഷങ്ങളും അവരെ കൂടുതൽ അടുപ്പിക്കുന്ന ഘടകമാക്കാനാണ് അവർ, അല്ലാതെ അവരെ വിഭജിക്കുന്ന കാര്യങ്ങളില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ
അതിനെ അവർ എന്ത് വില കൊടുത്തും പ്രതിരോധിച്ചുകൊണ്ട് കൂടുതൽ അടുത്തിരിക്കാനാണ് അവർ ശ്രമിക്കാറാണ് തോന്നുന്നത്. അടുപ്പിക്കുന്ന അടുപ്പിക്കാൻ വേണ്ടി നോക്കിയാൽ അതെ അതെ ആളുകൾ കൂടുതൽ അടുത്ത് നിന്നിട്ട് തടയും. അതെ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ലേ നമ്മളിപ്പോ മുഴുവൻ കാണുന്നത്. ഇതിപ്പോ ഞാൻ എന്തായാലും ഇൻസ്റ്റാ ജെൻസി തലമുറയല്ല. അതേന്ന് വെച്ചാൽ അമ്മാത്തുനിന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. ഞാൻ 90s അതെ. അത് നിങ്ങൾക്ക് ക്ഷീണമാവുന്നത് കൊണ്ടല്ലേ. പക്ഷെ അങ്ങനെയുള്ളത്. പക്ഷെ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. നമ്മളാണെങ്കിൽ നമ്മളൊരു ഒരുമയിൽ ഇങ്ങനെ പോകുന്ന മനുഷ്യന്മാരാണ്. നമ്മൾ കോളേജിൽ നിന്നാണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും ഈ ഘട്ടങ്ങളിലല്ല. പക്ഷെ അപ്പോഴൊന്നും ഇല്ലാത്ത ചില പ്രവണതകൾ ഇപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളിൽ നിന്നാണെങ്കിലും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഉണ്ടല്ലോ ഈ ജെൻസികൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിനെ അങ്ങ് പ്രതിരോധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരെ അടുപ്പിക്കാനുള്ള ആഘോഷമായിട്ടാണ് അവർ ഓണം ചെയ്യുന്നത്. ക്രിസ്മസിന് കേക്ക് കഴിക്കരുതെന്ന് പറഞ്ഞ് വേറെ കുറെ എണ്ണന്മാർ വരും, അതെ. ഓണത്തിന് സദ്യ കഴിക്കരുതെന്ന് പറഞ്ഞ് വേറെ കുറെ എണ്ണന്മാർ വരും, ഇപ്പുറത്ത് നബിദിനത്തിന് പോയി നബിദിനം ആഘോഷിക്കരുതെന്ന് തന്നെ ആൾക്കാർ വരും, പെരുന്നാളിന് പോയിട്ട് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞ് വേറെ കുറെ ആൾക്കാർ വരും. അപ്പൊ ഈ ടൈപ്പ് കക്ഷികൾ എല്ലാ കാലത്തും ഉണ്ട്. ആത്യന്തികമായി മനുഷ്യന്റെ ആഘോഷങ്ങളിലും ഒക്കെ പങ്കെടുത്ത് തന്നെ ജീവിച്ചു തീർക്കുക. ഒരു ജീവിതമേ ഉള്ളൂ, അത് ഏറ്റവും ഗംഭീരമായി ഈ ലോകത്ത് ജീവിച്ചു തീർക്കുക എന്നുള്ളത്. എല്ലാ ദിവസവും അല്ലല്ല, എന്റെ ഫിലോസഫി അത് തന്നെയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും ആസ്വദിക്കുക, ഓരോ കാഴ്ചയും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അത് നമ്മൾ ഏത് ദുഃഖത്തിലായാലും ഏത് സന്തോഷത്തിലായാലും നമ്മുടെ മുമ്പിലുള്ള വിഷ്വലിനെ ആസ്വദിച്ച് ആ നിമിഷത്തെയും കടന്നു പോകുന്നതിന്റെ ഒരു സന്തോഷം, അത് നമ്മൾ ഓരോ നിമിഷവും നമ്മളങ്ങ് ഉൾക്കൊണ്ട വേണ്ട. കൂടുതൽ പറഞ്ഞാൽ വല്ലാത്ത ഫിലോസഫി. അപ്പൊ നമുക്കിത് അവസാനിപ്പിക്കാനുള്ള സമയം എല്ലാവർക്കും ഓണം നമ്മൾ ഓണ ആശംസകൾ പറയാം. അല്ല, നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ പറയൊന്നും വേണ്ട, എല്ലാ നാട്ടുകാർക്ക് അറിയാം. അതായത് ഇത് ഓണം എന്ന് വെച്ചാൽ പിന്നെ ഒരു ദിവസമോ, ഹർഷൻ ഇപ്പോൾ പറഞ്ഞാലുണ്ടല്ലോ, ഒരു ദിവസമൊന്നും അല്ല. ഓണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന എന്താ ഓണത്തിന്റെ കഥ നമ്മൾ പറഞ്ഞില്ലല്ലോ. അതായത് മഹാബലിയെ അങ്ങ് ചവിട്ടി താഴ്ത്തി, രാജാവായിരുന്ന ആളെ ചവിട്ടി താഴ്ത്തിയിട്ട് മൂപ്പർ ഉയർത്തെഴുന്നേറ്റ് വരുന്ന സംഗതിയാണ്. അതായത് അതെല്ലാവർക്കും ആ കഥയാണല്ലോ ഉള്ളത്. ഓണം എന്ന് വെച്ചാൽ മാവേലിയെ ചവിട്ടി താഴ്ത്തി, വാമനൻ ചവിട്ടി താഴ്ത്തിയിട്ട് അദ്ദേഹം തിരിച്ചു വരുന്ന, അദ്ദേഹത്തിന്റെ പ്രജകളെ കാണാൻ വേണ്ടി വരുന്ന ദിവസമാണല്ലോ ഓണം എന്ന് വെച്ചാൽ. എന്താണ് ഉയർത്തെഴുന്നേൽപ്പ്? അപ്പോൾ അത് മനുഷ്യരുടെ ചരിത്രത്തിലെ എല്ലാ മിത്തുകളിലും അവരുടെ പ്രധാനപ്പെട്ട കഥകളിലും ഈ ചവിട്ടി താഴ്ത്തി അങ്ങ് താഴ്ന്നു പോകല്ല. യേശു ക്രിസ്തുവിന് ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അപ്പം നമ്മുടെ മഹാപുരുഷന്മാർക്കും നമ്മുടെ ദൈവങ്ങൾക്കുമൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന, വീണ്ടും വരുന്ന ആ ഒരു ഇതുണ്ട്, ഉയർത്തെഴുന്നേൽപ്പ്. അങ്ങനെ മഹാബലിക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ വിഷമത്തിലാണ്, ഇന്ന് കുറച്ച് വിഷമത്തിലാണെന്ന് കരുതിയിട്ട് അങ്ങനെയല്ല. ഇന്ന് ഈ സൂര്യൻ അസ്തമിച്ച് നാളെ ഉദിക്കുമ്പോഴേക്ക് നല്ല കാലം വരും എന്നതാണ്. അതായത് ഉയർത്തെഴുന്നേറ്റ് പാതാളത്തിൽ നിന്ന് വരുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ പ്രത്യേകത എന്നുള്ളത് അയാൾ എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്. എന്നെ സംബന്ധിച്ച് അതൊരു ഇക്വാലിറ്റിന്റെ കാര്യം കൂടി. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഓണം എനിക്കൊരു മനോഭാവമാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഇത് ഭയങ്കര സന്തോഷമുള്ള ഒരു മനോഭാവം. ഇതിനകത്ത് അതിൽ കുറച്ച് ഫ്ലേവേഴ്സുകൾ ആഡ് ആവുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. അല്ല, ഇതിനകത്ത് നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓണ ദിവസമാണ്, നമ്മളിപ്പോൾ സംസാരിക്കുകയാണ്, ഓണം ആഘോഷിക്കുകയാണ് എല്ലാവരും. ഓണ ദിവസവും ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവല്ലോ. മനുഷ്യർക്ക് രോഗങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, ബന്ധുക്കളുടെ മരണങ്ങളുണ്ട്. അപ്പോൾ ദുഃഖിക്കുന്ന മനുഷ്യരും ഈ ദിവസങ്ങളിൽ ഉണ്ടാവും എല്ലായിടത്തും. പക്ഷേ ആ കരുതലുണ്ടായിരിക്കുക ഒന്ന്. രണ്ടാമത്തേത്, ഇന്നല്ല നാളെ. അതായത് ഇന്ന് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു നിങ്ങളെന്ന് വിചാരിച്ചാലും നാളെ ഒരു ഉയർപ്പുണ്ട് എന്നാണല്ലോ ഓണത്തിന്റെ ആകെ മെസ്സേജ്. അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾക്ക് മുമ്പിൽ മൂഡ് ഓഫ് ആയി പോകാതിരിക്കുക. ഇന്നത്തേക്കാൾ കൂടുതൽ നല്ല വൈബ് നാളെ വരാനിരിക്കുന്നത്. ഈ എന്നും പറയുന്ന ഓണം എന്ന് പറയുമ്പോൾ അതിനൊപ്പം തന്നെ ചേർത്ത് പറയുന്നത് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊക്കെയുള്ള സംഗതികളായിരുന്നു. എന്ന് വെച്ചാൽ കയ്യിലുള്ളത് വിറ്റ് നശിപ്പിച്ചാലും അങ്ങനെ വേണ്ട, കാണം വിൽക്കാതെ ഓണം ഉണ്ണുക എന്നുള്ളതാണ് പുതിയ കാലത്തിന്റെ മെസ്സേജ്. അത് ആ നിലയ്ക്ക് ഉൾക്കൊണ്ടാണ് എല്ലാവരും ഇപ്പൊ ആഘോഷിക്കുന്നത്. അപ്പൊ നമുക്ക് ശ്യാമിലി നമുക്കൊരു കൺക്ലൂഡ് ചെയ്യാം അല്ലേ? നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഓണാശംസ, എല്ലാവരും കൂടെ ഒരു ഓണാശംസ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഓണാശംസയായിരുന്നു രസം. അതെ, ഒച്ചപ്പാടുണ്ടാക്കി പറയും. അത്രയും ഒച്ച വരില്ല. ഞാൻ സാധാരണ പറയാം, അത്രയും എനർജി നമുക്കില്ല. അപ്പൊ നമുക്ക് ഹാപ്പി ഓണം പറയാം അല്ലേ? അതെ, ഹാപ്പി ഓണം പറയാം അല്ലേ? എല്ലാവർക്കും ഹാപ്പി ഓണം.